ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ബോഷിൻ്റെ ഒരു യൂണിവേഴ്സൽ പ്രൊഡക്റ്റായ ഒരു പ്രഷർ വാഷറാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് അൺബോക്സ് ചെയ്യാനായിട്ട്. കാര്യം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരെണ്ണം ഉപയോഗിച്ച് സെയിം സാധനം എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടപ്പം ഒരാഗ്രഹം ഒരെണ്ണം വാങ്ങാൻ. അങ്ങനെ കഴിഞ്ഞ ദിവസം ആമസോണിലൊരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിയതാണ്. സംഭവം ഇത് വരുന്നത് 135 PSIയുടെ ഒരു പ്രഷർ വാഷറാണ്. അതായത് 4 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത്. ഏതാണ്ട് വെയിറ്റ്, ഇത് ബോക്സിൻ്റെ വെയിറ്റ് 7 കിലോ ഉണ്ടെന്ന് അവർ പറയുന്നത്. സംഭവം ശരിയാട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. 3 വർഷം ഗ്യാരണ്ടിയൊക്കെ തരുന്നുണ്ട്. ബോഷിൻ്റെ പ്രൊഡക്റ്റാണ്, വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കത് ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കിത് പുറത്ത് കൊണ്ടുപോയിട്ട് അൺബോക്സ് ചെയ്യാം. എൻ്റെ പൊന്ന കുറേ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ പുറത്തൊരു ഷെഡുണ്ട്, ഇങ്ങനെ അവിടെ വെച്ചിട്ടാ ചരമേ പൊട്ടിച്ചാലോ. ഇതെന്താ ഇത്? പ്രഷർ വാഷർ. അപ്പടെയാണോ? അപ്പടെയല്ല, നമ്മുടെ. ആരുടെ? നമ്മുടെ. ആരുടെയാ? നമ്മുടെ. നമുക്കിത് പൊട്ടിച്ച് നോക്കാന്നേ എങ്ങനെയുണ്ടെന്ന്. കുറേ സംഭവം ഉണ്ടല്ലോ. ഇത് സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടാ? അടിപൊളി സാധനമാണ്. എൻ്റെ അമ്മച്ചി പാക്കിങ് ആണ് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ആരെ പാക്കിങ് ഉണ്ടല്ലേ, വെൽ പാക്ക്ഡ് ആണ്. അതിൻ്റെ എന്തോ കണക്റ്റർ സംഭവങ്ങളൊക്കെയാണ്. നോക്കാം എന്താണെന്ന്. ഇതെന്താ അറിയോ? ഇതതിൻ്റെ ആ വെള്ളം വരുന്ന ഭാഗത്തെ ഫിൽറ്ററാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ മെയിൻ പ്രഷർ വാഷറിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള മോഡുകളുടെ ആ സംഭവമാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടെ വെക്കാം. ഇത് നമ്മുടെ ഗണ്ണിൻ്റെ ഒരു പീസാണ്. അതിൻ്റെ കേബിൾ വരുന്നുണ്ട്. ചെറുമേ ഇതൊന്നും എടുക്കില്ല കേട്ടോ. അപ്പം ഈ കാണിച്ചുതരാം. ഇത് നമ്മുടെ ഫോം യൂസ് ചെയ്യാനുള്ള ബോട്ടിൽ. അടിപൊളിയല്ലേ? ആണോ? എന്തെങ്കിലും എടുക്കുന്നത്? ഇങ്ങനെ ആണ് നമ്മുടെ ഗണ്ണ്. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സംഭവം സിമ്പിളാണ് കേട്ടോ, അല്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഇൻസ്ട്രക്ഷൻ ഒന്നും വായിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അത്രേ ഉള്ളൂ. ഇടുന്ന് ലോക്ക് ചെയ്യുന്നു. സംഭവം കൊള്ളാം. ഇത് ഓസ് കണക്ട് ചെയ്യാനുള്ള സ്ഥലം. ചെറുമേ ഒന്നും കളയണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ഉള്ളൊരു പവർ കേബിൾ വരുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. കുഴപ്പമുണ്ടാവില്ല, ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ടാവുമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സാധനം. അത്യാവശ്യം ഹെവിയാണ്, പക്ഷേ നമുക്ക് ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാം. നല്ല വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ഇത് തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച സെയിം സാധനം, ആ ഒരു വലിപ്പം. അതെ, സംഭവം സെറ്റ് കൊള്ളാം. നമുക്കിനി ഇത് ഉപയോഗിച്ച് നോക്കാം. സംഭവം ഏതായാലും അടിപൊളി സാധനമാണ്. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർപ്പറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ്. ഞാൻ കാർപ്പറ്റ് ക്ലീൻ ചെയ്തായിരുന്നു. എൻ്റെ 2-3 കാർപ്പറ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സെയിം പ്രൊഡക്റ്റ് വെച്ച് തന്നെ ഞാനത് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്കിത് ഇഷ്ടപ്പെടുകയും ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നിയത്. അതുപോലെ നമ്മുടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം. ആ പായലൊക്കെ കളയാൻ അടിപൊളിയാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ സംഭവം കണക്ഷനൊക്കെ കഴിഞ്ഞു. സംഭവം സെറ്റായി. ഇനി ഇതിൽ പല മോഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യാം. കേബിള് മെയിൻ ഈ ഒരു കേബിള് അവിടിൻ്റെ ബാക്കിൽ നിന്ന്
ഇവിടുന്ന് ഇതിലോട്ടാണ് കണക്ട് ചെയ്യുക. വാട്ടർ സോഴ്സ് അവിടെ, പവറിൻ്റെ കേബിൾ നമ്മൾ പുറത്തോടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് അടിച്ചായിരുന്നു. ടെസ്റ്റ് ഇതുണ്ടോ, നമുക്ക് വ്യത്യാസം കാണാം. നമ്മുടെ പായലും എല്ലാം പോകുന്ന ആ ഒരു ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഒന്നുകൂടെ തിരിക്കാം. എന്നിട്ട് നമുക്കിൻ്റെ അകത്ത് ഇഷ്ടമുള്ള മോഡുണ്ട്, 2-3-4 മോഡുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ശരി സാറമ്മേ, ഇതുണ്ട്. ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് പ്രഷർ വാഷർ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയ സ്ഥലം, ഇത് ക്ലീൻ ആക്കാത്ത ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അത്രയും പ്രഷർ ഉണ്ടോ, ആ പായലൊക്കെ തന്നെ ക്ലീൻ ആയിട്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. നമുക്കിതിൻ്റെ ഇത് വെച്ച് നോക്കുന്ന കാറും കൂടെ വാഷ് ചെയ്യണം. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാറ് വാഷ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ മോഡെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ മോഡ്. നമുക്ക് കാണത്തില്ലേ, പിന്നെ ഒരു മോഡുള്ളത് ഇതാണ്. ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു പോയിന്റ്. പിന്നെ അടുത്ത മോഡെന്ന് പറയുന്നത് നമ്മുടെ കാറൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡാന്ന് തോന്നുന്നു. അടുത്ത മോഡ് നമ്മുടെ ആദ്യത്തെ മോഡ് തന്നെ. 3-4 മോഡേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ അഡാപ്റ്റേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ. നമ്മുടെ കൂടെ വരുന്നില്ല ഇത് യൂണിവേഴ്സൽ പ്രൊഡക്റ്റാണ്. പക്ഷേ 135 PSC അത്യാവശ്യം നല്ല പ്രശ്നമാണ്. നമ്മുടെ കാലിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തൊലി പോവും. അത് സൂക്ഷിച്ചാണ് ഉപയോഗിക്കാൻ. പിള്ളേരുടെ കയ്യിലൊന്നും കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചേട്ടൻ അപ്പുറത്തോട്ട് പോയിരിക്കും കേട്ടോ. സംഭവം കിടും, എനിക്കിഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. ഇതെൻ്റെ മുളകാണ്. മുളക് കായ്ച്ചിറങ്ങി കേട്ടോ. എൻ്റെ മുളക് കായ്ച്ചിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇഷ്ടംപോലെ കായുണ്ട്. കൊള്ളാല്ലേ, ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പുതിയ കണ്ടുപിടുത്തം. പിന്നെ അധികം സമയം കളഞ്ഞില്ല. ഓൾറെഡി പാൻറ്റും ഡ്രസ്സും ഒക്കെ മൊത്തം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് മാറാനൊന്നും പോയില്ല. ഉള്ള ഡ്രസ്സിൽ തന്നെ കഴിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാവേശമാണല്ലോ ഇത്. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ആവേശത്തിൻ്റെ പുറത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഒന്ന് വണ്ടി കഴുകാൻ വേണ്ടി തുടങ്ങി. മൊത്തത്തിൽ വണ്ടി വെള്ളം ഒന്ന് നനച്ചേക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് നനച്ച് സൈഡിലൊക്കെ ഒന്ന് മൊത്തത്തിൽ വെള്ളം നനച്ച് പിന്നെ ഉടനെ തന്നെ കുറച്ച് ഫോമൊക്കെ അതിൻ്റെ അകത്ത് അടിച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഫോം എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഫോമുണ്ട്. അത് അങ്ങോട്ട് സെറ്റായില്ലെന്ന് തോന്നുന്നു അങ്ങോട്ട് ഫോം. അതോ ഇനി അളവൊഴിച്ചത് ശരിയായില്ലെന്ന് അറിയില്ല. പിന്നെ ഓൾറെഡി വണ്ടി കഴുകി കിടക്കുന്നതുകൊണ്ട് അധികം വലിയ മെനക്കെടാൻ നിന്നില്ല. ഇതൊന്ന് ഉപയോഗിക്കാനുള്ള ആ ഒരു ഇതുകൊണ്ട് ഒന്ന് വണ്ടി കഴുകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കഴുകലൊന്നുമില്ല. വണ്ടി 2-3 ദിവസമായുള്ളൂ കഴുകിയിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. പെട്ടെന്നൊരു വണ്ടി കഴുകൽ കണ്ടിട്ട് ഓടി വരാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക, പിള്ളേരുടെ കയ്യിൽ കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധനം കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ സംഭവം ഓക്കെയാണ്, കൊള്ളാം. ഒരുപാട് നന്ദി എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.